എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഞങ്ങൾ കെമിക്കലാണ് വിൽക്കുന്നത്, കെമിക്കലിന് ഇത്രമാത്രം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടും പോയി വിൽക്കുന്ന വിഡ്ഢികളാണ് ജനം എന്ന് പറയുക. ജനത്തിൻ്റെ ബോധവൽക്കരണം അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രകൃതി മണ്ണ് കൊണ്ട് പ്രകൃതി എങ്ങനെ ഉണ്ടായി, പച്ചിലകൾ എങ്ങനെ ഉണ്ടായി, മരങ്ങൾ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഇതൊന്നും ചിന്തിക്കുമ്പോൾ ആദ്യം ഉണ്ടായത് അലോപ്പതിയല്ല, ആദ്യം ഉണ്ടായത് പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലെല്ലാം ഉണ്ട്. മനുഷ്യൻ്റെ അറിവിനെ നിങ്ങൾ മന്ദപ്പെടുത്തി ഇട്ട് മക്കളെയും മന്ദബുദ്ധിയാക്കി കൊണ്ടുപോവുകയാണ്. അതിനാണ് ലക്ഷങ്ങൾ കൊടുത്തിട്ടും അസുഖം മാറുന്നില്ലല്ലോ. എന്നാൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട്, അപ്പോൾ ചോറ് തിന്നാൻ മാത്രം നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കണ്ട. ചോറ് തിന്നാൽ ലക്ഷങ്ങൾ കൊടുക്കണോ? വേണ്ട. ഇപ്പോൾ 200 റുപ്യൻ്റെ മേലേക്ക് അരിക്കില്ല. എത്രയോ മുന്തി അരിയാണെങ്കിൽ 200 റുപ്യ അല്ലേ? ചോറ് ഉരുട്ടി വിഴുങ്ങുക, ഒരു ഉരുള ഒഴുങ്ങിയാൽ വയറ് നിറയുന്നത്, എല്ലാ ഐറ്റവും വിഴുങ്ങുക. അപ്പോൾ മരുന്ന് മാത്രം 100 എന്തിനാണ് കഴിക്കണത്? പിന്നെ ചെക്കപ്പ്, സ്കാൻ, കിഡ്നിൻ്റെ ചെക്കപ്പ്, ലിവറിൻ്റെ ചെക്കപ്പ്, പിന്നെ വേറെ അതേമാതിരി രക്തത്തിൻ്റെ ചെക്കപ്പ് വേറെ. അത് എന്തിനാ? ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതൊക്കെ വേറെ ചെക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഉൽപ്പാദനം എങ്ങനെ? ഒരു അണുവിൽ നിന്ന് കിഡ്നി, ലിവർ, പല്ല്, മൂക്ക് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു ചെക്കപ്പും ഇല്ലല്ലോ. എന്നാൽ അങ്ങനെ ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഭക്ഷണം ദഹിച്ചിക്കണോ നോക്കിയിട്ട് സ്കാൻ ചെയ്യണം. അപ്പോൾ ചെക്കപ്പ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായ അസുഖത്തെ നിങ്ങൾ വലുതാക്കി കോടികൾ പിരിക്കാനും ലക്ഷങ്ങൾ കെട്ടാനും അവിടെ മുറിക്കണം പറഞ്ഞ് നടക്കുന്നതൊക്കെ തെറ്റാണ്. നിങ്ങളെ ബുദ്ധിയാണ് റീചാർജബിൾ ചെയ്യേണ്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ലോകത്ത് എയ്ഡ്സിന് മരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ സുരേഷ് മേപ്പാടി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 100% ഗ്യാരണ്ടി. ആഹാരം കൊടുത്തുകൊണ്ട് മാറ്റുന്നു. രണ്ടാമത് പ്രയർ. ഇത് രണ്ടിലൂടെ എല്ലാ അസുഖത്തെയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ബ്രസ്റ്റ് ക്യാൻസർ, അതേമാതിരി സോറിയാസിസ്, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത എല്ലാ വിഷയങ്ങളും സുരേഷ് മേപ്പാടി 100% ഗ്യാരണ്ടി ആയി മാറ്റി തരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ചികിത്സയ്ക്ക് ഇരിക്കാറില്ല. എന്നാൽ നിങ്ങൾക്ക് മരുന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഏത് ലോകത്ത് ഏത് ദുനിയാവിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന ആരുണ്ടെങ്കിലും എനി ഡൗട്ട് ഒരു കൺസൾട്ടിങ്ങിലേക്ക് എൻ്റെ അടുത്ത് ചെയ്യാം. ഡൗട്ട് പരിശോധിക്കാം. ഓപ്പറേഷൻ ചെയ്യാൻ പോണ മുന്നേ ഒരുപാട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ഒരുപാട് പിന്നെ മരുന്നില്ല, അസുഖത്തിന് മരുന്നില്ല, ഇനി വേറെ വഴിയില്ല എന്ന് പറയുന്ന ആൾക്കാർ, ഒരുപാട് പണം ഹോസ്പിറ്റലിൽ ചോദിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണുന്ന മുന്നേ എന്നെ വന്ന് കാണാം. എൻ്റെ കൺസൾട്ടിങ് നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നാൽ എനിക്ക് പറയാനുള്ളൂ. എയ്ഡ്സിന് മരുന്നുണ്ട്, മാറാത്ത അസുഖങ്ങൾക്കൊക്കെ മരുന്നുണ്ട്. നന്ദി. അവസാനത്തെ വീഡിയോ.